ഇത്തരത്തിലുള്ള നിലപാടിനെതിരായിട്ട് പ്രതിഷേധം നടത്താൻ പാർട്ടി തീരുമാനിച്ചു. തലമുതിർന്ന നേതാക്കൾ തന്നെ ഓരോ ഏരിയയിലും അതിന് നേതൃത്വം കൊടുത്തു. നേതൃത്വം കൊടുത്ത ഓരോരുത്തരെയും പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിലിൽ വെച്ചു. ഇതൊക്കെ വളരെ ചുരുക്കം ദിവസത്തിനിടയിൽ നടന്ന കാര്യം. അവരൊക്കെ ജയിലിൽ കിടക്കുക. ആ സമ്മർദ്ദത്തിലാണ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആഗസ്റ്റ് 2 കുടിയാമല സുകുമാരൻ രക്തസാക്ഷി ദിനം. KSYF എന്ന് ആലോചിക്കുകയാണ് എന്താണ് ചെയ്യുക. സാധാരണ വലിയ പ്രകടനവും പൊതുസമ്മേളനവും ഒക്കെ ആയിട്ട് മലയോര മേഖലയിലെ കുടിയാമലയിൽ പരിപാടി സംഘടിപ്പിക്കുന്നതാണ്. അന്നത്തെ KSYFന്റെ യൂണിറ്റുകളിൽ സുകുമാരൻ ദിനത്തിന്റെ ഭാഗമായിട്ട് പ്രകടനം സംഘടിപ്പിക്കുന്നതാണ്. അന്നത്തെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കുടിയാമലയിൽ പോയി പുഷ്പാർച്ചനയും പതാക ഉയർത്തലുള്ള പാർട്ടി ക്ലാസ് KSYFന്റെ ക്ലാസ് നടത്താൻ തീരുമാനിച്ചു. EP ജയരാജനും ഞാനും നേരത്തെ തന്നെ കണ്ണൂരിൽ പുറപ്പെട്ട്, ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലമാണ്. തളിപ്പറമ്പിൽ നിന്ന് ശ്രീകണ്ഠാപുരത്ത് നിന്ന് ചെമ്പേരി നടന്ന് കുടിയാമല. അങ്ങനെ കുടിയാമലയിൽ ഞങ്ങൾ എത്തി. അവിടെ ഒരു മനുഷ്യനും കണ്ടാൽ കിട്ടുന്നില്ല. നല്ല പരിചയമുള്ളവർ. ഞങ്ങൾ പോയാൽ ചിലപ്പോഴൊക്കെ താമസിക്കുന്ന അധ്യാപകർ താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. ക്വാർട്ടേഴ്സ് അടച്ചിരിക്കുകയാണ്. പൂർണ്ണമായ നിശബ്ദത. ഞങ്ങളവിടെ എത്തിയതിന് ശേഷമാണ് ചില ആളുകളെല്ലാം ചേർത്ത് ആ സ്മാരക മന്ദിരത്തിൻ്റെ കാട് കയറി കിടക്കുന്നതെല്ലാം വൃത്തിയായി. രാവിലെ കുറേ ആളുകൾ എത്തിച്ചേരുകയും അവിടെ പതാക ഉയർത്തുകയും സ്മാരക സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും അതിനുശേഷം KM ജോസഫ് എന്ന പാർട്ടി നേതാവിൻ്റെ കൂടെ അതിനടുത്ത് തന്നെയാണ് ഒരു കുന്നിലുണ്ട്. അവിടെ ക്ലാസ് നടത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് താഴെ പോലീസ് കുന്നുകയറി വരുന്ന കാഴ്ച ഞങ്ങൾ കാണും. പോലീസുമായിട്ടുള്ള ഏത് തരത്തിലുള്ള ഏറ്റുമുട്ടലും ഒന്നും പരിചയമില്ലാത്ത പുതിയ കേഡർമാരാണ് അവിടെ കുടിയാമല മലയോര പ്രദേശത്തുള്ളത്. ഞാൻ ജയരാജൻ കുടിയാറത്ത് പറഞ്ഞു നിങ്ങളെല്ലാം പോകാൻ പറഞ്ഞു. പിരിഞ്ഞോട്ട് ക്ലാസ് വഴിക്ക് വെച്ച് അവസാനിപ്പിച്ച് പിരിയാൻ പറഞ്ഞു. പക്ഷെ ആളുകൾ പിരിയുന്നില്ല. പോലീസ് അവിടെ എത്തിച്ചേരുക. അവർ നടന്നു തന്നെയാണ് വരുന്നത്. അവിടെ എത്തിയപ്പോഴും തന്നെ അവർ അടി ആരംഭിച്ചു. ലാത്തിച്ചാർജ്. ഞങ്ങൾ പറഞ്ഞിട്ട് പോകാതിരുന്ന അവിടെയുള്ള സഹാക്കൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കുറേ ആളുകൾ ഓടി രക്ഷപ്പെട്ടു. ജയരാജനെയും എന്നെയും KM ജോസഫിനെയും മാറ്റിച്ചേട്ടനെയും അവിടെ നിന്ന് പിടിച്ച് ടൗണിൽ കൊണ്ടുപോയി. ടൗൺ എന്ന് പറഞ്ഞാൽ വലിയ ടൗണൊന്നുമല്ല, ചെറിയ ടൗണാണ്. അവിടെ ആ ടൗണിലിട്ട് ജനങ്ങൾ കാണണം, ഇവിടെ ഒരാളെയും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന താക്കീതിൻ്റെ ഭാഗമായിട്ട് ജയരാജനെയും എന്നെയും ഇവിടെ അവിടെ നിർത്തിച്ചു. പിടിച്ചപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നീട് അവിടെ കൊണ്ടുപോകും. ആ അടിയുടെ അടിസ്ഥാനപരമായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഭീതിയാണ്. ഒരാളെയും ഞങ്ങൾ വെറുതെ വിടുന്നില്ല എന്ന്. അവിടെ നിന്ന് ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷനിലേക്ക്, ലോക്കപ്പിലേക്ക്, ഞാനതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും നടക്കുന്നില്ല, നേരെ തലശ്ശേരി സബ് ജയിലിലേക്ക്.